ഹായ്, എൻ്റെ യൂറോപ്പ് യാത്രാ വീഡിയോകളുടെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെയുള്ള മെർക്കർ ഹോട്ടലിലാണ് താമസിച്ചത്. ഇന്ന് രാവിലെ ഞങ്ങൾ ബെൻസ് മ്യൂസിയം കണ്ടതിന് ശേഷം ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലേക്ക് പോകും. കൊളംബോയിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് വൈകിട്ട് 4 മണിക്കാണ്. ലോകത്തിലെ പ്രശസ്ത വാഹന നിർമ്മാതാക്കളുടെ കേന്ദ്രമാണ് സ്റ്റുട്ട്ഗാർട്ട്. BMW, വോക്സ്വാഗൺ, ഓഡി തുടങ്ങിയ പല ജർമ്മൻ ബ്രാൻഡുകളുടെയും ഷോറൂമുകളും ഓഫീസുകളും ഇവിടെയുണ്ട്. സ്റ്റുട്ട്ഗാർട്ടിലെ ഒരു ഓട്ടോമൊബൈൽ മ്യൂസിയമാണ് Mercedes-Benz Museum. Mercedes-Benz ബ്രാൻഡിന്റെയും അതുമായി ബന്ധപ്പെട്ട ബ്രാൻഡുകളുടെയും ചരിത്രം ഇതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. Mercedes-Benz ഗ്രൂപ്പിന്റെ അന്താരാഷ്ട്ര ആസ്ഥാനം കൂടിയാണ് സ്റ്റുട്ട്ഗാർട്ട്. 1926 സ്ഥാപിതമായ Mercedes-Benz ഒരു ജർമ്മൻ ആഡംബര വാണിജ്യ വാഹന ബ്രാൻഡാണ്. സ്റ്റുട്ട്ഗാർട്ടിലെ ഡൈംലർ ഫാക്ടറിയുടെ പ്രധാന ഗേറ്റിന് പുറത്തു നിൽക്കുന്ന നിലവിലെ കെട്ടിടം രൂപകൽപ്പന ചെയ്തത് UN സ്റ്റുഡിയോയാണ്. മധ്യഭാഗം നീക്കം ചെയ്ത 3 ഓവർലാപ്പിംഗ് സർക്കിളുകൾ ഉപയോഗിച്ച് ഒരു വാങ്കൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ ആകൃതി തോന്നിപ്പിക്കുന്ന ഒരു ത്രികോണ നടുമുറ്റമായിട്ടാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. HG Merz രൂപകൽപ്പന ചെയ്ത കെട്ടിടം 2006 മെയ് 19 പൂർത്തിയാക്കി തുറന്നു. ഒരു ജർമ്മൻ എഞ്ചിനീയറായ കാൾ ബെൻസ് തന്റെ ഭാര്യയുടെ സ്ത്രീധനം ഉപയോഗിച്ച് ആദ്യത്തെ ആന്തരിക ജ്വലന എഞ്ചിൻ ഒരു കാറിൽ സൃഷ്ടിക്കുകയും 1886 ജനുവരിയിൽ അതിന് പേറ്റന്റ് നേടുകയും ചെയ്തതോടെയാണ് മെഴ്സിഡസ് ബെൻസിന്റെ ഉത്ഭവം. DMG എന്ന് വിളിക്കുന്ന ഡൈംലർ മോട്ടോഴ്സ് കോർപ്പറേഷൻ ആണ് 1901 മെഴ്സിഡസ് ഓട്ടോമൊബൈൽ ആദ്യമായി വിപണനം ചെയ്തത്. DMGയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന യൂറോപ്യൻ ഓട്ടോമൊബൈൽ സംരംഭകനായ എമിൽ ജെല്ലിനെക് തന്റെ മകളായ മെർസേഡസ് ജെല്ലിനെക്കിന്റെ ഓർമ്മയ്ക്കായി 1902 മെഴ്സിഡസ് എന്ന ട്രേഡ്മാർക്ക് രൂപീകരിച്ചു. ഈ മ്യൂസിയം 1,78,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു വിശാലമായ പ്രദർശന സ്ഥലമാണ്. 12 മുറികളിലായി 2 വെവ്വേറെയുള്ള ടൂറുകൾ നൽകുന്ന ലിജൻഡ് റൂമുകൾ എന്നും കളക്ഷൻസ് എന്നും ഈ മ്യൂസിയത്തെ വിഭജിച്ചിരിക്കുന്നു. ബ്രാൻഡിന്റെ ചരിത്രം വിവരിക്കുന്ന 7 ലെജൻഡ് റൂമുകളാണ് ടൂറുകളിൽ ആദ്യത്തേത്. രണ്ടാമത്തെ ടൂറിൽ ബ്രാൻഡ് പോർട്ട്ഫോളിയോയുടെയും ശേഖരത്തിന്റെയും വിശാലതയും വൈവിധ്യവും രേഖപ്പെടുത്തുന്ന 5 വ്യത്യസ്ത കളക്ഷൻ റൂമുകൾ അടങ്ങിയിരിക്കുന്നു. Mercedes-Benz മ്യൂസിയം സാങ്കേതിക വിദ്യ, ദൈനംദിന ജീവിതം, സാമൂഹ്യ ചരിത്രം, ജനകീയ സംസ്കാരം എന്നിവയുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ചരിത്രം വിവരിക്കുകയും അതിന്റെ കഥകൾ പറയുകയും ചെയ്യുന്നു. എല്ലാ തരത്തിലുമുള്ള 160-ലധികം വാഹനങ്ങളാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ചില വാഹനങ്ങൾ മുതൽ ഐതിഹാസിക റേസിംഗ് കാറുകളും ഭാവി ഗവേഷണ വാഹനങ്ങളും വരെ അവയിൽ ഉൾപ്പെടുന്നു. സന്ദർശകർക്ക് വിവിധ ഭാഷകളിൽ സൗജന്യ ശബ്ദ വിവരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദ പയനിയേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ മുറിയിൽ 1885-1900 കാലഘട്ടത്തിൽ മെഴ്സിഡീസ് ബെൻസ് ജനിക്കുന്നതിന് മുമ്പ് ഡെയ്ംലറിന്റെ പേരിൽ നിർമ്മിച്ച വാഹനങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മോട്ടോറൈസ്ഡ് വാഹന വ്യവസായത്തിന്റെ പിറവി നമുക്കിവിടെ കാണാൻ സാധിക്കും. ദ ബർത്ത് ഓഫ് ദ ബ്രാൻഡ് എന്ന രണ്ടാമത്തെ മുറിയിൽ മെഴ്സിഡീസിന്റെ പേരിൽ വിപണനം ചെയ്ത ആദ്യകാല മോഡലുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ദ ടൈംസ് ഓഫ് ചേഞ്ച് എന്ന ഈ മുറി സൂപ്പർ ചാർജുകളും ഡീസൽ സാങ്കേതിക വിദ്യയും സംബന്ധിച്ചുള്ളതാണ്. എഞ്ചിനുകളിലെ സൂപ്പർ ചാർജറുകൾ വികസിപ്പിക്കുന്നത് ഉയർന്ന ഉയരങ്ങളിലെ വൈദ്യുതി നഷ്ടം നികത്താൻ സഹായിച്ചു. ഡീസൽ സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം ഇന്ധനക്ഷമതയ്ക്ക് ഒരു പരിഹാരമായിരുന്നു. ചില വിമാന എഞ്ചിനുകളും ആദ്യകാല സ്പോർട്സ് കാറുകളും ഈ മുറിയിലെ പ്രദർശനങ്ങളാണ്.
രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ജർമ്മൻ സാമ്പത്തിക വളർച്ച ഡൈംലർ ബെൻസിൽ നിന്നുള്ള വാഹനങ്ങളില്ലാതെ ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഗുണനിലവാരം, സുഖം, സ്ഥിരത, ചലനാത്മകത എന്നിങ്ങനെ ഈ ബ്രാൻഡിന്റെ പൊതുവായ ഗുണങ്ങൾ 3 പോയിന്റുള്ള നക്ഷത്ര ചിഹ്നം ട്രേഡ്മാർക്കായുള്ള ഈ കാറുകൾ വാഹനപ്രേമികളെ ഏറെ ആകർഷിച്ചു. അഞ്ചാമത്തെ ലെജൻഡ് റൂമിന് വിഷണറീസ് എന്നാണ് പേര്. വാഹന സുരക്ഷയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും വികസനത്തിലെ ഒരു നിർണായക കാലഘട്ടം 1960കളിലും 1970കളിലുമായിരുന്നു. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അഥവാ ABS, എയർ ബാഗ്, ഇലക്ട്രിക് പ്രകൃതിവാതകം, ആൽക്കഹോൾ ഡ്രൈവ് സിസ്റ്റം എന്നിവ ഈ കാലയളവിൽ അവതരിപ്പിച്ചു. ലെജൻഡ് റൂമുകൾക്ക് സമാന്തരമായി എല്ലാ വിഭാഗങ്ങളിലെയും വ്യത്യസ്ത വാഹനങ്ങളെ പ്രദർശിപ്പിക്കുന്ന കളക്ഷൻ റൂമുകളുണ്ട്. ഈ ശേഖരങ്ങളെ വോയേജർ, കാരിയേഴ്സ്, ഹെൽപ്പേഴ്സ്, സെലിബ്രിറ്റീസ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. 2019 സ്ഥാപിതമായ മേഴ്സിഡീസ് ബെൻസ് AG ഉപഭോക്ത ആഡംബര വാഹനങ്ങളും മെഴ്സിഡസ് ബെൻസ് എന്ന ബാഡ്ജ് ചെയ്ത വാണിജ്യ വാഹനങ്ങളും നിർമ്മിക്കുന്നു. മെഴ്സിഡീസ് ബെൻസ് AGയുടെ ഉപസ്ഥാപനമാണ് AMG എന്നറിയപ്പെടുന്ന മെഴ്സിഡീസ് AMG മോഡലുകൾക്ക് സാധാരണ മെഴ്സിഡസ് ബെൻസ് മോഡലുകളേക്കാൾ കൂടുതൽ മികച്ച രൂപവും പ്രകടനവും സ്ഥിരതയുമുണ്ട്. AMG മോഡലുകൾ ഏറ്റവും വില കൂടിയവും ഉയർന്ന പെർഫോമൻസ് ഉള്ളവയുമാണ്. 2019 നവംബർ മുതൽ ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് 2021 അവസാനത്തോടെ ഒരു സ്വതന്ത്ര കമ്പനിയായി മാറിയ മെഴ്സിഡീസ് ബെൻസ് ഗ്രൂപ്പിന്റെ മുൻ ഭാഗമായ ഡെയിംലർ ട്രക്കാണ്. ന്യൂ ബിഗിനിംഗ്, എമിഷൻ ഫ്രീ മൊബിലിറ്റി എന്ന ലെജൻഡ് റൂം ആഗോളവൽക്കരണത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനായി ബഹുമുഖവും നൂതനവുമായ നിരവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മെഴ്സിഡീസ് ബെൻസ് നിർമ്മിച്ച വാഹനങ്ങളെ പ്രദർശിപ്പിക്കുന്നു. 1980കൾ ആന്തരിക ജ്വലന എഞ്ചിനുകളുടെ ഒപ്റ്റിമൈസേഷനും ബാറ്ററി ഇലക്ട്രിക് ഡ്രൈവ് പോലുള്ള ബദൽ ഡ്രൈവ് സിസ്റ്റങ്ങളുടെ വികസനവും ഉൽപാദന ഘട്ടത്തിലേക്കുള്ള ഫ്യൂവൽ സെല്ലും എമിഷൻ ഫ്രീ മൊബിലിറ്റിയിലേക്കുള്ള പാതയിലെ നാഴികക്കല്ലുകളായി മാറി.
സിൽവർ ആരോസ് റേസുകളും റെക്കോർഡുകളും എന്ന ഈ ഏരിയയിലെ ഏറ്റവും പ്രശസ്തമായ റേസിംഗ് വാഹനങ്ങളുടെ പ്രദർശനം 1894 മുതലുള്ള മേഴ്സിഡീസ് ബെൻസിന്റെ മോട്ടോർ സ്പോർട്ട് നേട്ടത്തിന്റെ ചരിത്രം പോലെ തന്നെ ആകർഷകമാണ്. ഇത് സിൽവർ ആരോസിന്റെ ടൂറിംഗ് സ്പോർട്ട് കാറുകൾ, റാലി കാറുകൾ, റേസ് ട്രക്കുകൾ എന്നിവയുടെ മികച്ച പ്രദർശനം നൽകുന്നു. രണ്ട് ടൂറുകളും സിൽവർ ആരോസ് റേസുകളും റെക്കോർഡുകളും എന്ന പേരുള്ള ഹോളിലാണ് അവസാനിക്കുന്നത്. ഓട്ടോമൊബൈലിന്റെ ഭാവിയെക്കുറിച്ചുള്ള വിഷയങ്ങളെ പ്രദാനം ചെയ്യുന്ന ഫാസിനേഷൻ ഓഫ് ടെക്നോളജി എന്ന പ്രദർശനത്തോടുകൂടിയാണ് എക്സിബിഷൻ അവസാനിക്കുന്നത്. ലോക ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും 135 വർഷമായി വാഹനപ്രേമികൾ സ്നേഹിക്കുകയും ചെയ്ത ഒരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ കാഴ്ചപ്പാടിന്റെ സാക്ഷാത്കാരത്തിന്റെ പ്രതിഫലനമാണ് സ്റ്റുട്ട്ഗാർട്ടിലെ ബെൻസ് മ്യൂസിയം. മാറുന്ന ലോകത്തിനൊപ്പം വളർന്ന ഒരു വ്യവസായ ചരിത്രത്തിന്റെ പ്രതീകം കൂടിയാണ് ബെൻസ്. അവരുടെ വളർച്ചയുടെയും സംഭാവനകളുടെയും ചരിത്രം പറയുന്ന ഈ മ്യൂസിയം ജർമ്മനി സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും കൊളംബോ വഴിയാണ് ഞങ്ങളുടെ മടക്കയാത്ര. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും ഏകദേശം 200 കിലോമീറ്റർ ദൂരമുണ്ട്. 2 മണിക്കൂർ യാത്രയുണ്ട്. എന്റെ യൂറോപ്പ് യാത്രയുടെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. പക്ഷേ പുതിയ യാത്രകൾ വന്നുകൊണ്ടേയിരിക്കും. ലക്ഷദ്വീപ്, നേപ്പാൾ, ജപ്പാൻ, കൊറിയ, വിയറ്റ്നാം തുടങ്ങിയ സ്ഥലങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 4 മണിക്ക് നിങ്ങൾക്കായി വീഡിയോകൾ എന്റെ ചാനലിൽ വരും. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.